നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിതം എന്നത് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ്. ചില സമയങ്ങളിൽ നാം വിചാരിക്കാത്ത തടസ്സങ്ങളും വേദനകളും നമ്മളെ തേടിയെത്താറുണ്ട്. എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്തരത്തിൽ ആവുന്നതെന്ന് ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ അലയടിക്കാറുമുണ്ട്. പ്രത്യേകിച്ചും നമ്മെ സ്നേഹിക്കേണ്ടവർ തന്നെ നമുക്കെതിരെ തിരിയുമ്പോൾ ആ വേദന ഇരട്ടിയാവുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ഒന്നും തന്നെ കാരണമില്ലാതെ സംഭവിക്കുന്നില്ല. നാം അനുഭവിക്കുന്ന ഓരോ വേദനയ്ക്ക് പിന്നിലും ഒരു പാഠമുണ്ട്. ഓരോ തകർച്ചയ്ക്ക് പിന്നിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുമുണ്ട്. പ്രപഞ്ചം നമുക്കായി ചില കാര്യങ്ങൾ കരുതി വച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതേക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നതും. നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ച ചില വ്യക്തികളെക്കുറിച്ചും അവർക്ക് കാലം കരുതി വച്ചിരിക്കുന്ന തിരിച്ചടികളെക്കുറിച്ചുമാണ് ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായും പരാമർശിച്ചിരിക്കുന്നത്. അതായത്, ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ നാം ആകെ തളർന്നു പോകാറുണ്ട്. നമ്മുടെ കൂടെയുള്ളവർ തന്നെ നമുക്കെതിരെ തിരിയുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥ വളരെ കഠിനമാണ്. നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതൊരു പൊതുവായ കാര്യമാണെങ്കിൽ കൂടെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എവിടെയെങ്കിലും ബന്ധപ്പെട്ടു കിടക്കുന്നുണ്ടാവാം. ഇതിൽ നിന്നുള്ള പോസിറ്റീവായ ഊർജം മാത്രം നിങ്ങൾ സ്വീകരിക്കുക. ഇവിടെ പ്രധാനമായും പരാമർശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായ സ്വാധീനം ചെലുത്തിയ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ ഒരാളോ ആവാം. അവരുടെ കണ്ണ് അത്രയും നല്ലതല്ല, അത്രയും അശുദ്ധമായ കാഴ്ചയിലൂടെയാണ് അവർ എല്ലാം നോക്കിക്കാണുന്നത്. നിങ്ങളുടെ ഓരോ ചലനവും അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ വളർച്ചയിൽ അവർക്ക് അറിയാതെ അസൂയയാണ്. മറ്റുള്ളവരെ അടക്കി ഭരിക്കണമെന്ന വാശിയും അവർക്കുണ്ട്. ആരെങ്കിലും അവരെക്കാൾ ഉയരുന്നത് അവർക്ക് സഹിക്കാനാവുകയില്ല. സ്വന്തം ലാഭത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ പോലും ചതിക്കാൻ ഇവർക്ക് മടിയില്ല. പണത്തോടും പദവിയോടും ഇവർക്ക് വലിയ ആർത്തിയാണ്. ഇവരുടെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹമോ കരുതലോ ഇല്ല. നിങ്ങൾ എത്ര സ്നേഹം കൊടുത്താലും അത് തിരിച്ചു നൽകാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ സാമ്പത്തികവും മാനസികവുമായ തകർച്ചയാണ് ഇവരുടെ ലക്ഷ്യം. നിങ്ങൾ ഒരിക്കലും ഉയർന്നു വരുന്നത് ഇവർക്ക് കാണുവാൻ സാധിക്കുകയില്ല. അത് കാണുന്നത് ഇവർക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനായി പലതരത്തിലുള്ള നാടകങ്ങൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത്, നമ്മുടെ ജീവിതം സന്തോഷകരമായി തുടങ്ങുമ്പോഴാണ് ഇത്തരം ആളുകൾ കടന്നു വരുന്നത്. നാം നശിക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കില്ല. എന്നാൽ വളരുമ്പോൾ അസൂയയോടെ നമ്മെ തകർക്കാൻ പലരും കടന്നു വരും. അവർ പുറമെ വളരെ സ്നേഹത്തോടെ പെരുമാറിയേക്കാം. പക്ഷേ പ്രപഞ്ചം നൽകുന്ന സൂചനകളിലൂടെ നാം അവരെ തിരിച്ചറിയണം. അവരുടെ കാപട്യങ്ങളിൽ വീണ്ടും വീണുപോകരുത്. അങ്ങനെ സംഭവിച്ചാൽ അവർ വീണ്ടും നിങ്ങളെ തകർക്കാൻ ശ്രമിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാശത്തിൻ്റെ വലിയ തുടക്കമാവും. നാശത്തിൻ്റെ വക്കിൽ നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. അത്തരത്തിൽ ജീവിതം തകർന്നുപോയ എത്ര ആളുകൾ നമുക്കിടയിൽ ഇന്നും വളരെ വേദനയോടുകൂടി ജീവിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഒരുപക്ഷെ ഇത്തരത്തിൽ നമുക്ക് എതിരെ തിരിയുന്നത് നമ്മെ സംരക്ഷിക്കേണ്ട അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അയൽവാസികളോ ഒക്കെ ഇത്തരത്തിൽ ശത്രുക്കളായി മാറിയേക്കാം. നമ്മോട് ചേർന്ന് നിൽക്കുന്നവർ നൽകുന്ന സൂചനകൾ നാം പലപ്പോഴും അവഗണിക്കാറുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും പലപ്പോഴും നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. നമ്മുടെ സംരംഭങ്ങളെല്ലാം സ്ഥാപനങ്ങളെല്ലാം തകർക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുകയായിരുന്നു. നമ്മുടെ തകർച്ചയിലും വേദനയിലും അവർ ഉള്ളുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ അത് തിരിച്ചറിയാൻ വൈകി എന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ പ്രയാസകരമായ വേദന. എന്നാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഈ ഒരു കാര്യമോർത്ത് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം പ്രപഞ്ചം തിരികെ നൽകും. ദുഷ്ടശക്തികൾക്കെതിരെ നിങ്ങൾ നേരിട്ട് തിരിയേണ്ടതില്ല. അവരെ തിരിച്ചറിയുക മാത്രം ചെയ്യുക. അവർ നിങ്ങൾക്കെതിരെ ചെയ്ത നെഗറ്റീവ് കാര്യങ്ങൾ അവർക്കു തന്നെ തിരിച്ചടിയായി മാറും. അവരുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും കടന്നു വരുന്നത് നിങ്ങൾക്ക് കൺമുന്നിൽ കാണുവാൻ സാധിക്കും. നിങ്ങൾ ആരുടെയും നാശം ആഗ്രഹിക്കരുത്. പകരം നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ തൊഴിൽ രംഗത്തും ബിസിനസ്സിലും കൂടുതൽ ശോഭയോടെ നിൽക്കുക. നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരിയാണ് അവർക്കുള്ള ഏറ്റവും വലിയ വേദന. നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക. പോസിറ്റീവ് ഊർജ്ജം നിറയുന്ന ഇടങ്ങളിൽ സമയം ചെലവഴിക്കുക. പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക. സാമ്പത്തികപരമായ മുന്നേറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ വിജയങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇത്തരം ആളുകൾ നിങ്ങളുടെ വിജയത്തിൻ്റെ പിന്നിൽ വരുന്ന ശത്രുക്കളാണ്. നിങ്ങളുടെ വിജയമാണ് അവരുടെ ഏറ്റവും വലിയ വേദന. അതിനാൽ തന്നെ അവരുടെ മുന്നിൽ വിജയിച്ചു കാണിക്കുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അല്ലാതെ അവരുടെ നാശത്തിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമയം ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നിനും സമയം കാണുകയില്ല. അത്തരം ആളുകൾ നിത്യേന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ധാരാളം മാമ്പഴമുള്ള മാവിലേക്ക് ഏറുവരുന്നത് സ്വാഭാവികമാണ്. അത്രമാത്രം കരുതുക. ശത്രുക്കളെ നിങ്ങൾ ശക്തിപൂർവ്വം നേരിടുക. അതായത് കായികമായല്ല, നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ശക്തിയും ഉപയോഗിച്ച് നിങ്ങളുടെ കർമ്മരംഗത്തും ബിസിനസ്സിനും വൻ നേട്ടങ്ങൾ കൈവരിക്കുക. ഇതിനോടകം തന്നെ നിങ്ങൾ ധാരാളം ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും തിരിച്ചടികളും തകർച്ചകളും നേരിട്ടവരാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ
ആത്മസമീപനം പാലിച്ചതുപോലെ ഇനി അല്പസമയം കൂടി നിങ്ങളൊന്ന് കാത്തിരുന്നാൽ മതി. അവർക്കുള്ള തിരിച്ചടി ഈ പ്രപഞ്ചം നൽകും. എത്ര വലിയ ശക്തനായിക്കോട്ടെ നിങ്ങളുടെ ശത്രു, എത്ര വലിയ ധനികനുമായിക്കോട്ടെ, അവർ ഈ പ്രപഞ്ചത്തിന് മുന്നിൽ ഒരു പുൽക്കടിയുടെ വില മാത്രമേ ഉള്ളൂ. അവർ ചെയ്യുന്നതിനൊക്കെയും കാലം കണക്ക് ചോദിക്കും. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോവുകയില്ല. നിങ്ങൾ ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ആ ശത്രുവിനെ നിങ്ങൾ തിരിച്ച് അറിയാൻ സാധിച്ചതിൽ പ്രപഞ്ചത്തോട് നന്ദി പറയുക. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഇനിയും അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വളരെ വേദനാജനകമായ കാര്യം. ദൈനംദിനം അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കപടമായ മുഖങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ അവർ ചുഴിയിൽപ്പെട്ട ഒരു മനുഷ്യനെ പോലെ കറങ്ങുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് അവർക്ക് ആദിയാണ്. എന്നാൽ ഈ ദുഃഖവും ദുരിതവുമെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഈ പ്രപഞ്ചം എല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഈ പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമാണ്. വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്നെല്ലാം നിങ്ങളെ തരണം ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത് ആ പ്രപഞ്ചമാണ്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൂടെയാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. ഈ വേദനകളും സങ്കടങ്ങളുമല്ലാതെ ഇതിൽ കൂടുതലായി അനുഭവിക്കാൻ ഈ പ്രപഞ്ചം അനുവദിക്കുകയില്ല. ഇത്തരം ദുഷ്ക്രിയകൾ ചെയ്യുന്ന, ഇത്തരം ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ പ്രപഞ്ചം കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചവരുടെ തകർച്ച നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞത്, നിങ്ങൾ അത്തരം ആളുകൾക്കെതിരെ തിരിയുവാനോ പ്രവർത്തിക്കുവാനോ പാടുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങൾക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടി പ്രയത്നിക്കുക. അകത്തുള്ള ശത്രുവാണ് പുറമേയുള്ള ശത്രുവേക്കാൾ ഭയാനകവും. അവരെയാണ് നാം കൂടുതൽ ഭയക്കേണ്ടതും. എന്നാൽ പുറമേയുള്ള ശത്രുവും അകമേയുള്ള ശത്രുവും കൈകോർക്കുന്ന നാളുകളും വരും. അത്തരം കൈകോർത്തുള്ള പ്രവർത്തനങ്ങൾ അനുഭവിച്ച് നേരിട്ട് വലിയ ദുരിതങ്ങൾ അനുഭവിച്ച ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിച്ചതാണ് ഏതെല്ലാം രീതിയിലാണ് നിങ്ങളെ വേട്ടയാടുന്നതെന്ന്. നെഗറ്റീവ് ക്രിയകൾ നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചു. അതിൻ്റെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കുന്നു. ഇത്തരം ആളുകൾ ചെയ്യുന്ന നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ഭവനത്തിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തെ താറുമാറാക്കി. പല ആളുകൾക്കും അലസതയും മടിയും മദ്യപാനവും അത്തരത്തിൽ ധാരാളം നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണേണ്ടി വന്നു. എന്തെല്ലാം സംഭവിച്ചുവെന്ന് നിങ്ങൾക്ക് തന്നെ ഓർത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. എന്നാൽ ഇതെല്ലാം കൃത്യമായി പ്രപഞ്ചം കാണുന്നുണ്ട്. ഇത്തരം നെഗറ്റീവ് ക്രിയകൾ ചെയ്യുന്ന ആളുകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന് അവർക്ക് അറിയില്ല. അത്തരത്തിൽ നേരിടുന്ന തിരിച്ചടികൾക്ക് അവരുടെ ജീവൻ്റെ വിലയുണ്ടാവുമെന്ന് അവർ ആ അനുഭവിക്കുന്ന സമയത്താണ് മനസ്സിലാക്കുക. ചെയ്തതിനൊക്കെയും പ്രായശ്ചിത്തം ചെയ്യാൻ തോന്നുന്ന നിമിഷങ്ങൾ കടന്നു വരും. മറ്റുള്ളവരുടെ ജീവിതം നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇത്തരം ദുഷ്ക്രിയകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്ത ആളുകളെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ നരകജീവിതം അനുഭവിക്കുന്നത് നാം കാണാറില്ലേ? ആ സമയത്ത് നാം പറയാറുമുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്, അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് അവർ അനുഭവിക്കുന്നതെന്ന് ഒരു ഘട്ടത്തിൽ നാം ചില ആളുകളെ കൊണ്ട് പറയാറില്ലേ? അത്തരം ഒരു സാഹചര്യമാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം ദുഷ്ട ശക്തികൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അവർ അറിയുന്നില്ല അവർക്ക് വരാനിരിക്കുന്ന വലിയ അപകടത്തിൻ്റെ മുന്നൊരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അവരറിയുന്നില്ല എത്ര വേദനാജനകമാണ്, എത്രത്തോളം വേദനകളാണ് നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നൽകിയതെന്നുള്ള തിരിച്ചറിവ് അവർക്കിനിയും ലഭിച്ചില്ല. ആ തിരിച്ചറിവ് ലഭിച്ചു കഴിയുമ്പോഴേക്കും അവർ നാശത്തിൻ്റെ വക്കിലെത്തി കാണും. നിങ്ങളുടെ കുടുംബജീവിതം താറുമാറാക്കാൻ ശ്രമിച്ച, നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കിയ, നിങ്ങൾക്ക് കിടപ്പാടം പോലും ഇല്ലാതാക്കിയ, നിങ്ങളുടെ ജോലി ഇല്ലാതാക്കിയ, നിങ്ങളുടെ ബിസിനസ് തകർത്ത, നിങ്ങളുടെ മനസമാധാനം തകർത്ത, നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം തുടച്ചു നീക്കിയ ഇത്തരം ദുഷ്ടശക്തികൾക്കുള്ള കർമ്മഫലം ലഭിക്കാൻ ഇനി അധിക കാലം വേണ്ടിവരില്ല. കാരണം പ്രപഞ്ചവും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ചില ആളുകൾക്ക്, ഇത്തരം ദുഷ്ടശക്തികളിൽപ്പെട്ട ആളുകൾക്കുള്ള തിരിച്ചടികൾ ലഭിച്ചു കഴിഞ്ഞു. അത് ചില ആളുകൾക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ വിജയം. അല്ലാതെ ഇത്തരം ആളുകളെ കായികമായി നേരിടാനോ നിങ്ങളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങളുടെ സമയം ചെലവഴിക്കുവാനോ നിങ്ങൾ തിരിയുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കിപ്പോൾ നൽകുന്ന എല്ലാ അനുഗ്രഹവും ആശീർവാദവും ഇല്ലാതാവും. ഇപ്പോൾ ഈ സമയം പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമാണ്, നിങ്ങളുടെ വേദനകൾക്കൊപ്പമാണ്. ഇതിനെല്ലാം തിരിച്ചടികൾ അവർ ഏതറ്റം വരെ പോകുമെന്നുള്ളത് പ്രപഞ്ചം നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതേക്കുറിച്ച് ഓർമ്മിച്ച് സമയം ചെലവാക്കരുത്. ഇത്തരം ആളുകളെ ഒരു നിരീക്ഷണ വലയത്തിലാക്കുക. അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുക. അവർ ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾക്കെതിരെ തിരിയുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുക. അല്ലാതെ നിങ്ങൾ പുറമേ കാണുന്ന ചില ആളുകളെയെല്ലാം ശത്രുപക്ഷത്ത് നിർത്തരുത്. അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക.
ഒരുപക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾ തന്നെയായിരിക്കും ശത്രുവെ ആരു തന്നെയായാലും ശത്രുവാണ്. അവരെ ആ രീതിയിൽ മാത്രം കാണുക, അവരിൽ നിന്ന് അകലം പാലിക്കുക, അവരിൽ നിന്ന് മാറി താമസിക്കുക. അത്തരം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജ്ജം മാത്രമാണ് നൽകുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം നെഗറ്റീവ് ഊർജ്ജത്താൽ നിറയ്ക്കുന്ന ഒരാളോടൊപ്പമുള്ള താമസം അതീവ ഭയാനകവും ദുരിതവുമാണ്. അതുകൊണ്ട് സാധ്യമാവുകയാണെങ്കിൽ അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. അങ്ങനെ അകലം പാലിച്ച് ഒരു വിധത്തിൽ ജീവിതത്തിൽ സമാധാനം നേടിയെടുത്ത ആളുകളുണ്ട്. നിങ്ങളെല്ലാം തന്നെ വലിയ പോരാളികൾ തന്നെയാണ്. സ്വന്തമായി ഒരു സാമ്രാജ്യം സൃഷ്ടിച്ച ആളുകൾ തന്നെയാണ്. അത് നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾക്ക് ദൈവികമായി ലഭിച്ച നിങ്ങളുടെ ശക്തിയും ഊർജ്ജവും തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രപഞ്ചം നിങ്ങൾക്കായി ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി നിർവഹിക്കുക. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ തിരിയാൻ നിങ്ങൾ മുതിർന്നാൽ നിങ്ങൾക്കതിനു മാത്രമേ സമയമുണ്ടാവൂ. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ വ്യതിചലിക്കും. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വ്യതിചലിച്ച ഒരാളുടെ ജീവിതം എങ്ങനെയാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് തന്ന ആ ഒരു കർമ്മങ്ങൾ നിങ്ങൾ ഭംഗിയായി നിർവഹിക്കുക. അല്ലാതെ മറ്റൊരാളുടെ ദുഃഖത്തിനോ ദുരിതത്തിനോ കണ്ണുനീരിനോ നിങ്ങൾ കാരണമാവരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ ഉയരങ്ങൾ കീഴടക്കുക. നിങ്ങൾക്ക് സർഗാത്മകമായി വലിയ കഴിവുകളൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് അർഹമായ അംഗീകാരങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കുക. നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്നും ബിസിനസ്സിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക. അതുവഴി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും വളർത്തിയെടുക്കുക. ഇതെല്ലാം നിങ്ങൾ ഇത്തരത്തിൽ പറഞ്ഞ ദുഷ്ടശക്തികൾക്ക് നൽകുന്ന വലിയ തിരിച്ചടിയാണ്. നിങ്ങളുടെ ഓരോ വളർച്ചയിലും അവർ അതീവ ദുഃഖിതരായി മുന്നോട്ട് പോകും. അവരെ സങ്കടക്കടലിലാഴ്ത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന വലിയ ഒരു മാർഗമാണ് നിങ്ങളുടെ വിജയം. നിങ്ങൾക്ക് ലഭിച്ച ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ ഒരു കഴിവ്. എല്ലാ മനുഷ്യർക്കും പ്രപഞ്ചം ഓരോ കഴിവുകൾ നൽകും. ആ കഴിവുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് സ്വന്തം കഴിവിനാൽ വളരുക. അത്തരത്തിൽ സ്വന്തം കഴിവുകൊണ്ട് വിദ്യയെ മാറ്റിമറിച്ച ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അതൊരു പക്ഷേ വലിയ ജോലികൾ സ്വന്തമാക്കി ഇത്തരം ആളുകളിൽ നിന്ന് മാറി താമസിച്ച, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചു പിടിച്ച ധാരാളം ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അത്തരം ആളുകളെയാണ് നാം മാതൃകയാക്കേണ്ടത്. ജീവിതത്തിൽ സ്വന്തം പടപൊരുതി ഇത്തരം ശത്രുക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് ജീവിത വിജയം കൈവരിച്ച ആളുകൾ, മനസമാധാനം തിരികെ പിടിച്ച ആളുകൾ, എത്ര വലിയ സമ്പന്നതയിൽ കഴിഞ്ഞാലും സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നരകതുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ സമാധാനമാണ് നമുക്ക് വലുത്. അത് തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുക. നാം വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയെ നിത്യവും മനസ്സിൽ ധ്യാനിക്കുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ആ പ്രപഞ്ചശക്തിയെ ധ്യാനിക്കുക. ആ പ്രപഞ്ചശക്തിയിൽ എല്ലാ പ്രയാസങ്ങളും അർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. അത്തരത്തിൽ ദുഃഖ ദുരിതങ്ങൾ നീങ്ങി ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും വളർത്തിയെടുത്ത ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. ഇന്നവർ അതീവ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. കാരണം അവരുടെ ശത്രുക്കളെല്ലാം തന്നെ നാശത്തിൻ്റെ വക്കിലെത്തി നശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ വളരെ സമാധാനപൂർണ്ണമായാണ് ജീവിക്കുന്നത്. കാരണം അവർ അവരുടെ ശത്രുവിനെ വേട്ടയാടാൻ ഇറങ്ങിയിട്ടില്ല. അവർ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോടാണ് വേട്ടയാടിയത്. അവർ അവരുടെ ജീവിതത്തെ പടുത്തുയർത്താനുള്ള കഷ്ടപ്പാടിൻ്റെ നടുവിൽ ഇത്തരം ആളുകളെ അവർ ശ്രദ്ധിച്ചു പോലുമില്ല. അവരെ മാറ്റി നിർത്തേണ്ടടുത്ത് മാറ്റി നിർത്തുക തന്നെ ചെയ്തു. അതുകൊണ്ട് അവർ ജീവിതത്തിൽ വിജയം കൈവരിച്ചു. അവർ ജീവിതത്തിൽ ഇന്ന് വിജയത്തിൻ്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബവും അവരുടെ ജീവിതം സമാധാന അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോടാണ് നിങ്ങൾ പടപൊരുതേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമ്പത്തും നിറഞ്ഞു നിൽക്കാൻ നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ, ഇത്തരം കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം, നെഗറ്റീവ് ക്രിയകൾ എല്ലാം ഇല്ലാതാക്കുവാൻ നമ്മുടെ വിശേഷാൽ പൂജകളിൽ പങ്കാളിയാവാം. ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിൽ നടക്കുന്ന പൂജാ വഴിപാടുകൾ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാൻ സഹായിക്കും. ഒപ്പം തന്നെ പോസിറ്റീവായ ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വളരെയധികം സഹായകരമായി തീരും. അതിനായി നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖവും ദുരിതവും യാതനകളും അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. നിസ്വാർത്ഥമായ നിങ്ങളുടെ മനസ്സും നിഷ്കളങ്കമായ പ്രവൃത്തിയും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യായം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. ഒപ്പം തന്നെ ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.